പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാള ഭാഗമാണ്. മലയാള ഭാഗത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പോർഷനാണ്, അതായത് പ്രശസ്തമായ വരികളും അതിന്റെ രചയിതാക്കളും എന്നൊരു വിഭാഗം. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട വരികളും അതിന്റെ രചയിതാക്കളും ആരൊക്കെ എന്ന ഭാഗമാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ വരിയാണ്, അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാകട്ടെ പൊന്നാര്യൻ. അപ്പൊ ഇത് നമ്മുടെ മലയാളത്തിലെ പ്രശസ്തനായ ഒരു കവിയുടെ വരിയാണ്. അത് ആരുടെയാണ്? ഇടശ്ശേരിയുടെയാണ്. അപ്പൊ ഇടശ്ശേരിയുടെ വരികളാണ് ഏത്? അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാകട്ടെ പൊന്നാര്യൻ. ഇടശ്ശേരി നമുക്കറിയാം, ശക്തിയുടെ കവി എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ആളാണ് ഇടശ്ശേരി. അപ്പോൾ ഇടശ്ശേരിയുടെ വരികളാണിത്. അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാകട്ടെ പൊന്നാര്യൻ. അപ്പൊ ഇത് ആവർത്തിച്ച് തന്നെ പഠിക്കണം. ഈ വരികൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, എങ്കിലും നമുക്കിത് കേൾക്കുന്ന ടൈമിൽ ഇത് ആരുടെയാണെന്ന് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരത്തുള്ളൂ. അപ്പൊ ഇത് ആവർത്തിച്ച് തന്നെ പഠിക്കുക. അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാകട്ടെ പൊന്നാര്യൻ. ഇടശ്ശേരിയുടെ വരിയാണ്. അടുത്തത് നോക്കാം. കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെൻ പരാജയം. എങ്ങനെയാണ്? കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെൻ പരാജയം. ആരുടെ വരിയാണ്? ചങ്ങമ്പുഴ. നമ്മുടെ പ്രശസ്ത മലയാള കവി ചങ്ങമ്പുഴയുടെ വരികളാണിത്. കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെൻ പരാജയം. ചങ്ങമ്പുഴയുടെ വരികളാണ്. അപ്പൊ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാകട്ടെ പൊന്നാര്യൻ. ആരുടെയാണ്? ഇടശ്ശേരിയുടെ. അപ്പൊ ചങ്ങമ്പുഴയുടെ ഏതായിരുന്നു? കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെൻ പരാജയം. കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെൻ പരാജയം. അപ്പൊ ഞാനിത് പറയുന്ന ടൈമിൽ തന്നെ നിങ്ങളും എൻ്റെ കൂടെ പഠിച്ചു പോകാൻ നോക്കുക. അപ്പോൾ അങ്ങനെ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പിന്നീട് ഒരു ടൈം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നിങ്ങളും പഠിച്ചു പോകാൻ നോക്കുക കേട്ടോ. അടുത്ത നോക്കാം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ. ആരുടെയാണ്? എഴുത്തച്ഛന്റെ വരിയാണ്. കുറച്ച് പ്രയാസമാണെന്ന് തോന്നുന്നു, പക്ഷെ ഒന്നുമില്ല, നമുക്ക് 2 പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ അത് നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റും. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ. എഴുത്തച്ഛന്റെ വരിയാണ്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ. ഓക്കെ, ആദ്യം പഠിച്ചത് ഇതായിരുന്നു. അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാകട്ടെ പൊന്നാര്യൻ. ഇടശ്ശേരിയുടെയാണ്. കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെൻ പരാജയം. ചങ്ങമ്പുഴയുടെയാണ്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സും ഓർക്ക നീ. ആരുടെയാണ്? എഴുത്തച്ഛന്റെയാണ്. അടുത്ത നോക്കാം. അടുത്ത വരിയും എഴുത്തച്ഛന്റെ തന്നെയാണ്. വരി ഏതാണെന്ന് നോക്കാം. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ, കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്നു നിർണയം. ഇങ്ങനെയാണ്. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ, കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്നു നിർണയം. എഴുത്തച്ഛന്റെ വരികളാണ്. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ, കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്നു നിർണയം. അടുത്തതാണ്. അത് നമ്മുടെ മറ്റൊരു കവിയാണ്, പൂന്താനം. അപ്പോൾ പൂന്താനത്തിന്റെ വരികളാണ് നോക്കാം. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. ഇങ്ങനെയാണ്. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. ആരുടെ വരിയാണ്? പൂന്താനത്തിന്റെ വരിയാണ്. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. അപ്പോൾ എഴുത്തച്ഛന്റെ വരികൾ എന്നതൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സും ഓർക്ക നീ. എഴുത്തച്ഛന്റെ വരികളാണ്. അതുപോലെ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ, കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്നു നിർണയം. എഴുത്തച്ഛന്റെയാണ്. പൂന്താനത്തിന്റെ ഏതായിരുന്നു? സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. പൂന്താനത്തിന്റെ വരികളാണ്. അടുത്തത് നോക്കാം. അടുത്തതും ഇനി പറയുന്നതും പൂന്താനത്തിന്റെ വരികളാണ്. അമ്പാടി തന്നിലൊരുണ്ണിയുണ്ടങ്ങനെ.
അപ്പൊ ഇത് പൂന്താനത്തിന്റെ ഒരു കവിതയിലെ വരിയാണ്. അമ്പാടി തന്നിലൊരുണ്ണിയുണ്ടങ്ങനെ. ഇതും പൂന്താനത്തിന്റെ വരിയാണ് കേട്ടോ. അടുത്തതും പൂന്താനത്തിന്റെ വരികളാണ്. നോക്കാം. അത് നമ്മൾ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കോളൂ. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. അപ്പൊ ഇത് ആരുടെ വരിയാണ്? പൂന്താനത്തിന്റെ വരിയാണ്. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. ആരുടെ വരിയാണിത്? പൂന്താനത്തിന്റെയാണ് കേട്ടോ. അടുത്ത നോക്കാം. അന്തമില്ലാതുള്ളോരാഴത്തിലേക്കിതാ ഹന്ത താഴുന്നു താഴുന്നു കഷ്ടം. ആരുടെയാണ്? കുമാരനാശാന്റെയാണ് കേട്ടോ. കുമാരനാശാന്റെ വരികളാണ്. അന്തമില്ലാതുള്ളോരാഴത്തിലേക്കിതാ ഹന്ത താഴുന്നു താഴുന്നു കഷ്ടം. ഓർത്തു വെക്കണം. അന്തമില്ലാതുള്ളോരാഴത്തിലേക്കിതാ ഹന്ത താഴുന്നു താഴുന്നു കഷ്ടം. കുമാരനാശാന്റെ വരിയാണ്. ഇനിയുണ്ട് കുമാരനാശാന്റെ വരികള്. നോക്കാം. സ്ഥിരതയുമില്ലതി നിന്ദ്യമീ നരത്വം. സ്ഥിരതയുമില്ലതി നിന്ദ്യമീ നരത്വം. ഇത് കുമാരനാശാന്റെ വരിയാണ്. ഇങ്ങനെയാണ്. സ്ഥിരതയുമില്ലതി നിന്ദ്യമീ നരത്വം. അതുപോലെ അടുത്തതുണ്ട്. ദുഃഖം കാണുന്നു സുഖകാലത്തും മർത്യൻ ദുഃഖകാലത്തും സുഖം കാണുന്നു. ആരുടെയാണ്? ഇതും കുമാരനാശാന്റെ വരിയാണ്. ദുഃഖം കാണുന്നു സുഖകാലത്തും മർത്യൻ ദുഃഖകാലത്തും സുഖം കാണുന്നു. കുമാരനാശാന്റെ വരിയാണ് കേട്ടോ. അടുത്ത നോക്കാം. അത് നമ്മൾ കേട്ടിട്ടുണ്ട്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ. ആരുടെയാണ്? കുമാരനാശാന്റെയാണ്. നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന വരികളാണിത്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ. അതുപോലെ ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും. അതും ആരുടെയാണ്? കുമാരനാശാന്റെ തന്നെയാണ്. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും. കുമാരനാശാന്റെയാണ് കേട്ടോ. ഇതൊക്കെ ഓർത്തു വെക്കണം. നമുക്ക് കുമാരനാശാന്റെ വരികൾ ഒന്നുകൂടി നോക്കാം. അന്തമില്ലാതുള്ളോരാഴത്തിലേക്കിതാ ഹന്ത താഴുന്നു താഴുന്നു കഷ്ടം. അതുപോലെ സ്ഥിരതയുമില്ലതി നിന്ദ്യമീ നരത്വം. കുമാരനാശാന്റെയാണ്. ദുഃഖം കാണുന്നു സുഖകാലത്തും മർത്യൻ ദുഃഖകാലത്തും സുഖം കാണുന്നു. കുമാരനാശാന്റെയാണ്. പിന്നെ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളിൽ നിങ്ങളെത്താൻ. കുമാരനാശാന്റെയാണ്. അതുപോലെ ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി മാറും. ഓക്കെ. ഇനി നോക്കാം. വള്ളത്തോളിന്റെ 2-3 വരികളുണ്ട്. നോക്കാം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മതൻ ഭാഷതാൻ. വള്ളത്തോളിന്റെയാണ് കേട്ടോ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മതൻ ഭാഷതാൻ. ആരുടെയാണ്? വള്ളത്തോളിന്റെയാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മതൻ ഭാഷതാൻ. വള്ളത്തോളിന്റെ വരികളാണ്. അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന വരികളാണിത്. അത് വള്ളത്തോളിന്റെയാണ്. ഏതാണ്? ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. നേരത്തെ പഠിച്ചു. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മതൻ ഭാഷതാൻ. ആരുടെയാണ്? വള്ളത്തോളിന്റെയാണ്. ഓക്കെ. ഇനി നമ്മൾ ഇടശ്ശേരിയുടെ തന്നെ വരികൾ വീണ്ടും പഠിക്കുകയാണ്. നേരത്തെ നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? ആദ്യം പഠിച്ചു ഇടശ്ശേരിയുടെ വരികൾ ഏതായിരുന്നു? അധികാരം കൊയ്യണം ആദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാരി. ആദ്യം പഠിച്ചതാണ് ഇടശ്ശേരിയുടെ. അതുപോലെ ഇടശ്ശേരിയുടെ മറ്റൊരു വരിയുണ്ട്. കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. അതായത് ശക്തിയുടെ കവിയും എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ആളാണ് ഇടശ്ശേരി. അപ്പോൾ ഇടശ്ശേരിയുടെ ഈ വരികൾ നമുക്ക് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. ശക്തിയുടെ കവി എന്ന് നമ്മൾ ഓർത്തിരിക്കുക. കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ഇടശ്ശേരിയുടെയാണ്. കുഴിവെട്ടി മൂടുക വേദനകൾ കുടികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ഇടശ്ശേരിയുടെയാണ് കേട്ടോ. അതുപോലെയാണ് അടുത്ത ആളുടെ ആരെന്ന് നോക്കാം. വയലാർ. വയലാറിന്റെ വരികൾ നോക്കാം. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. വയലാറിന്റെ വരികളാണ്.
സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇത് നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ളതാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും വയലാറിന്റെയാണ്. അടുത്ത നോക്കാം, വൈലോപ്പിള്ളിയുടെ വരികളാണ് നോക്കുന്നത്. പിറക്കാതിരുന്നെങ്കിൽ പാരിൽ നാം സ്നേഹിക്കുവാൻ വെറുക്കാൻ തമ്മിൽ കണ്ടുമുട്ടാതെ ഇരുന്നെങ്കിൽ. ആരുടെയാണ്? വൈലോപ്പിള്ളിയുടെയാണ്. ഏതാണ്? ഒന്നുകൂടി നോക്കാം. പിറക്കാതിരുന്നെങ്കിൽ പാരിൽ നാം സ്നേഹിക്കുവാൻ വെറുക്കാൻ തമ്മിൽ കണ്ടുമുട്ടാതെ ഇരുന്നെങ്കിൽ. വൈലോപ്പിള്ളിയുടെ വരികളാണിത്, ഓർത്തു വെക്കണം കേട്ടോ. അടുത്തത്, കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം. ആരുടെയാണ്? കുഞ്ഞുണ്ണി മാഷിന്റെയാണ്. കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം. കുഞ്ഞുണ്ണി മാഷിന്റെയാണ്. നേരത്തെ നമ്മൾ ഇതുപോലെ ഒരെണ്ണം പഠിച്ചു. ഏതായിരുന്നു? കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. ആരുടെ ആയിരുന്നു? ചങ്ങമ്പുഴയുടെ വരികളായിരുന്നു. കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. ചങ്ങമ്പുഴയുടെ വരികളാണ്. ഇത് കുഞ്ഞുണ്ണി മാഷിന്റെ വരി ഏതാണ്? കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം. കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. അടുത്ത നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ കുട്ടിക്കാലത്തേക്ക് സ്കൂളുകളിലെ ഒരു പ്രാർത്ഥനാ ഗീതമായിരുന്നു ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. ഇത് എഴുതിയത് ആരാണ്? പന്തളം കേരളവർമ്മ എഴുതിയ പാട്ടാണിത്, എഴുതിയ കവിതയാണ്. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്ന വരികൾ ആരുടെയാണ്? പന്തളം കേരളവർമ്മയുടെയാണ് കേട്ടോ. അടുത്ത നമുക്ക് നോക്കാം, ONV കുറുപ്പിന്റെ ഫേമസ് ആയിട്ടുള്ള വരിയാണ് ചിതയിൽ നിന്നു ഞാൻ ഉയർത്തെഴുന്നേൽക്കും ചിറകുകൾ പൂപോൽ വിടർത്തെഴുന്നേൽക്കും. ആരുടെയാണ്? ONV കുറുപ്പിന്റെയാണ്. ചിതയിൽ നിന്നു ഞാൻ ഉയർത്തെഴുന്നേൽക്കും ചിറകുകൾ പൂപോൽ വിടർത്തെഴുന്നേൽക്കും. ഈ വരികൾ ആരുടെയാണ്? ONV കുറുപ്പിന്റെ വരികളാണ്. ചിതയിൽ നിന്നു ഞാൻ ഉയർത്തെഴുന്നേൽക്കും ചിറകുകൾ പൂപോൽ വിടർത്തെഴുന്നേൽക്കും. ONV കുറുപ്പിന്റെയാണ്. അടുത്ത് നോക്കാം, നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. ആരുടെയാണ്? കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ വരികളാണിത്. നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. ഗ്രാമീണ ഭംഗിയൊക്കെ വ്യക്തമാക്കുന്ന വരികളാണിത്. നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. ആരുടെയാണ്? കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെയാണ് കേട്ടോ. അടുത്ത നോക്കാം, വയലാറിന്റെ വരികളാണ് വീണ്ടും. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ. ആരുടെയാണ്? വയലാറിന്റെ വരിയാണ്. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ. വയലാറിന്റെയാണ്. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ. വയലാറിന്റെ വരികളാണ്. അടുത്ത നമ്മൾ കേട്ടിട്ടുണ്ട്, കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പാടി നടന്ന പാട്ടാണിത്. പക്ഷെ നമുക്ക് എപ്പോഴും അറിയില്ല ആരാണിത് എഴുതിയതെന്ന്. ആരായിരിക്കും? ഉള്ളൂരിന്റെ വരികളാണിത്. കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. ഇത് ഉള്ളൂരിന്റെ വരികളാണ്. കാക്കേ കാക്കേ കൂടെവിടെ ഉള്ളൂരിന്റെ വരികളാണ്. അതുപോലെ വീണ്ടും ONV കുറുപ്പിന്റെ വരികൾ നോക്കാം. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നെ കുറിച്ച ഗീതം. ആരുടെയാണ്? ONV കുറുപ്പിന്റെ വരികളാണ്. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നെ കുറിച്ച ഗീതം. ആരുടെയാണ്? ONV കുറുപ്പിന്റെയാണ്. അപ്പൊ നമുക്കിതെല്ലാം ഒന്നുകൂടി നോക്കാം. ആദ്യം പഠിച്ചത് ഏതായിരുന്നു? ആദ്യം നമ്മൾ പഠിച്ചത് ഇടശ്ശേരിയുടെ വരികളാണ്. ഏതാണ്? അധികാരം കൊയ്യണം ആദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാര്യൻ. ആരുടെയാണ്? ഇടശ്ശേരിയുടെയാണ്. ഞാൻ ഈ വരികൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ. കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. ആരുടെയാണ്? ചങ്ങമ്പുഴയുടെയാണ്. അതുപോലെ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സും ഓർക്കനി. ആരുടെയാണ്? എഴുത്തച്ഛന്റെ വരികളാണ്. അടുത്തത് ഇതാണ്, ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്ന് നിർണയം. അതും എഴുത്തച്ഛന്റെ വരികളാണ്. പിന്നെ പൂന്താനത്തിന്റെ വരി നോക്കാം. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ട് നടക്കുന്നിതു ചിലർ. ആരുടെയാണ്? പൂന്താനത്തിന്റെയാണ്.
അടുത്തത് അമ്പാടി തന്നിലൊരുണ്ണിയുണ്ടങ്ങനെ, അതും പൂന്താനത്തിന്റെയാണ്. പിന്നെ കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃത, ആരുടെയാണ്? പൂന്താനത്തിന്റെയാണ്. അതുപോലെ അന്തമില്ലാതുള്ളൊരാഴത്തിലേക്കിതാ ഹന്ത താഴുന്നു താഴുന്നു കഷ്ടം, ആരുടെ? കുമാരനാശാന്റെ. സ്ഥിരതയുമില്ലതിനെന്തിനീ നരത്തും, അതും കുമാരനാശാന്റെയാണ്. ദുഃഖം കാണുന്ന സുഖകാലത്തും മർത്യൻ ദുഃഖകാലത്തും സുഖം കാണുന്നു, കുമാരനാശാന്റെ വരികളാണ്. അടുത്തത് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളെ നിങ്ങളെത്താൻ, അതും കുമാരനാശാന്റെ വരികളാണ്. അതുപോലെ തന്നെയാണ് ഒഴിവേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും, അതും ആശാന്റെ വരികളാണ്. പിന്നെ അടുത്തത് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മതൻ ഭാഷതാൻ, അത് വള്ളത്തോളിന്റെ വരിയാണ്. അതുപോലെ ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ, ഇത് വള്ളത്തോളിന്റെയാണ്. പിന്നെ അതുപോലെ കുഴിവെട്ടി മൂടുക വേദനകൾ കുടികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ, ഇത് ശരിയുടെയാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും, ആരുടെയാണ്? വയലാറിന്റെയാണ്. പിറക്കാതിരുന്നെങ്കിൽ പാരിൽ നാം സ്നേഹിക്കുവാൻ വെറുക്കാൻ തമ്മിൽ കണ്ടുമുട്ടാതെ ഇരുന്നെങ്കിൽ, ആരുടെയാണ്? വൈലോപ്പിള്ളിയുടെ വരിയാണ്. അതുപോലെ കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണെൻ പരാജയം, കുഞ്ഞുണ്ണി മാഷിന്റെ വരിയാണ്. പിന്നെ ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പന്തളം കേരളവർമ്മയുടെയാണ്. ചിതയിൽ നിന്നു ഞാൻ ഉയർത്തെഴുന്നേൽക്കും ചിറകുകൾ പൂപോൽ വിടർത്തെഴുന്നേൽക്കും, ONV വരികളാണ്. നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം, ആരുടെ? കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെയാണ്. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ, വയലാറിന്റെ വരികളാണ്. കാക്കേ കാക്കേ കൂടവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, ഉള്ളൂരിന്റെ വരികളാണ്. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം, ONV വരികളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ചധികം മലയാളത്തിലെ പ്രശസ്തമായ വരികളും അതിന്റെ രചയിതാക്കളെയും പരിചയപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ക്ലാസ് ആവർത്തിച്ച് കേട്ട് തന്നെ പഠിക്കുക, ഇതെല്ലാം ബൈഹാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വരി കേൾക്കുമ്പോൾ അത് ആരാണ് എഴുതിയതെന്ന് ഓർത്തെടുക്കാൻ പറ്റണം, എങ്കിൽ മാത്രമേ നമ്മളത് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്തായാലും ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.